സംസ്ഥാനത്ത് ഉയർന്ന താപനില തുടരുകയാണ്. പാലക്കാടും കൊല്ലത്തുമൊക്കെ കൂടുതൽ ചൂട് ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. 10 ജില്ലകളിൽ 2 മുതൽ 3 വരെ ഡിഗ്രി സെൽഷ്യസ് ഇനിയും കൂടാനാണ് സാധ്യത. TS ഹരികൃഷ്ണ തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട് നിന്ന് VS ഗോകുലും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ഹരികൃഷ്ണയിലേക്ക് പോകാം. ഹരി, ഇത് എത്ര ദിവസം? ഇടയ്ക്കൊക്കെ ഒറ്റപ്പെട്ട മഴ പെയ്യുന്നുണ്ട്, അല്പം ആശ്വാസമായി. പക്ഷെ എന്നാലും രാത്രി പോലും നല്ല ചൂടാണ്, അത്രയും ഉഷ്ണമാണ്. എത്ര ദിവസം ഉണ്ടാകും ഇത്? ഈ മാസം ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നത്. അതായത് സാധാരണ ഇപ്പം ആര്യ പറഞ്ഞതുപോലെ രാത്രി നല്ല ചൂടായിരിക്കും. പക്ഷേ മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രാവിലെ ഒരു 10 മണിക്ക് ശേഷമാണ് വലിയ താപനില അനുഭവപ്പെടുന്നത്, ചൂട് അനുഭവപ്പെടുന്നത്. പക്ഷേ ഇപ്പം ആ രീതിയിലല്ല കണ്ടീഷൻ. എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 8 മണിക്ക് തന്നെ താപനില ഉയരുകയാണ്. പലയിടത്തും 9 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലൊക്കെയാണ് താപനില. പിന്നെ അത് 10 മണി കഴിഞ്ഞ് 11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ കൂടുന്നു താപനില. പ്രത്യേകിച്ച് ഇപ്പം ഈ വർഷത്തെ ഏറ്റവും റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തിയത് പാലക്കാടാണ്. 40.1 ഡിഗ്രി സെൽഷ്യസ് 2 ദിവസം മുമ്പാണ് പാലക്കാട് രേഖപ്പെടുത്തിയത്. പിന്നെ ഏറ്റവും കൂടുതൽ ചൂട് പുനലൂരാണ്. തിരുവനന്തപുരത്തും സ്ഥിതി മറ്റൊന്നുമല്ല, നല്ല താപനില ഉയർന്നു നിൽക്കുകയാണ്. പലയിടത്തും ഇങ്ങനെ താപനില ഉയർന്നത് കൊണ്ട് തന്നെ ഈ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് പുറത്തിറങ്ങുന്നത് അത്യാവശ്യമെങ്കിൽ മാത്രം പുറത്തിറങ്ങുക, അല്ലെങ്കിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുത് എന്നുള്ള നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. ഈ ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുന്നവർ വെള്ളം അന്വേഷിച്ച് നടക്കും. അപ്പോൾ അങ്ങനെ ഒരു കടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സ്പെഷ്യൽ മോര് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചൂട് കാലത്ത് എനിക്കൊന്ന് ഷുക്കൂറേട്ടൻ്റെ കടയാണ്. അപ്പോൾ ചൂട് കാലത്തായിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ ഈ കച്ചവടം എന്ന് തോന്നുന്നു. അല്ലേ ഏട്ടാ, അങ്ങനെയാണോ? ചൂട് കാലത്ത് മാത്രമേ ഉള്ളൂ കച്ചവടം. ഇങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഏത് സമയത്താണ് കൂടുതൽ ആൾ വരുന്നതെന്ന്? 11 മണി മുതൽ ഒരു 3 മണി ആകുമ്പോൾ ആളൊക്കെ വന്ന് അങ്ങ് തീരും. പിന്നെ വലിയ ആളൊന്നും കാണുമല്ലോ. ചൂട് എങ്ങനെയുണ്ട്? ചൂട് നല്ല ചൂടാണ്. വരുന്ന ഒരു ചൂടിനെ പറ്റി പറയാറുണ്ടോ? ചൂട് പറ്റി പറയാറുണ്ട്. കൂടുതലും വന്ന് തണുത്ത വെള്ളമായിരിക്കും ചോദിക്കുന്നത് അല്ലേ? തണുത്ത വെള്ളം. എന്തൊക്കെയുണ്ട് ഇവിടെ? ഇതിൽ സ്പെഷ്യൽ മോരും വെള്ളവും സർബത്ത് വെള്ളവും, അപ്പൊ അത് അച്ചാറുകളും എല്ലാം ഉണ്ടാവും. അല്ല, ഈ ചൂട് സമയത്ത് ഈ ഉപ്പിലിട്ട ഇതൊക്കെ പോവും. ശരി, അത് ഒരു അതായത് നമുക്കറിയാലോ ആര്യ, നമ്മളായാലും പുറത്തിറങ്ങുമ്പോൾ ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്തായാലും ഈ ദാഹിച്ചില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കണമെന്നാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ അറിയിച്ചിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള കച്ചവടക്കാർക്ക് ഈ ചൂട് സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടം ഉണ്ടാകാറുണ്ട്. എന്തായാലും ഈ ചൂട് താപനില ഇനിയും ഉയർന്നു തന്നെ ഇരിക്കും. നമ്മളിപ്പോൾ ഒരു 40 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില എങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ചൂടെന്ന് പറയുന്നത് അതിനേക്കാൾ മുകളിലായിരിക്കും. ശരാശരിയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചിലപ്പോൾ ഉയർന്ന ചൂടായിരിക്കും നമ്മൾ നേരിട്ട് അനുഭവിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ ഒരു 8 അല്ലെങ്കിൽ ഒരു 10 മണി കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് ഈ ചൂട് വെയിൽ അനുഭവപ്പെടാറ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. രാവിലെ 7 മണി മുതൽ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അത്രയും സൂര്യതാപമുണ്ട്. നമുക്ക് പാലക്കാടേക്ക് ഒന്ന് പോകാം. നമുക്കറിയാം പാലക്കാട് ജില്ലയുടെ ഒരു പ്രത്യേകത, ഇപ്പോൾ ഏത് കാലത്താണെങ്കിലും ശരി കേരളത്തിലെ മറ്റ് 13 ജില്ലകളെ അപേക്ഷിച്ചും എപ്പോഴും താപനില ഉയർന്നു നിൽക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ പറയേണ്ടതില്ല. ഗോകുൽ നമുക്കിപ്പം ഉണ്ട്. ഗോകുൽ, എന്താണ് ജില്ലയിലെ ഒരു സാഹചര്യം? വലിയ കഷ്ടമാണ് ആര്യ. ഓരോ ദിവസവും ഇങ്ങനെ പാലക്കാട് ജില്ലയിൽ പകൽ സമയത്ത് തള്ളി നീക്കാൻ. ഞാൻ ഈ ലൈവ് നൽകാൻ അല്പസമയം ഒന്ന് വെയിലത്ത് നിന്നാണ്. നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്, വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. പലരും തണലിലേക്കാണ് നിൽക്കുകയാണ് പലരും. അപ്പോൾ ഇവിടെ അങ്ങനെ ഈ സമയത്ത് പുറത്തിറങ്ങി നടക്കുക എന്ന് പറയുന്നതൊക്കെ തന്നെ വലിയ ശ്രമകരമായ കാര്യമാണ്. 40 ഡിഗ്രിക്ക് മുകളിലാണ് ചൂട്. ചേട്ടാ, എങ്ങനെയാണ് നിങ്ങൾ മുഴുവൻ സമയം പുറത്തുള്ളവരല്ലേ, ചൂടൊക്കെ എങ്ങനെയുണ്ട്? ചൂട് ഭയങ്കര ചൂടാണ്. ഇവിടെ നിൽക്കാൻ പറ്റില്ല ഓട്ടോ സ്റ്റാൻഡ്. പിന്നെ അപ്പോഴും ഞങ്ങൾ ലീഡിങ് 5 വണ്ടിയാണ്. ആ 5 വണ്ടി ആകുമ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇതുവരെ കാർ സ്റ്റാൻഡിലായിരുന്നു കുറച്ച് നേരം നിൽക്കുക. ഉച്ചവരെ അങ്ങനെ തന്നെ ചെയ്യുക. ഇവിടെ ഭയങ്കര വെയിലാണല്ലേ? ഭയങ്കര വെയിൽ, പൊള്ളണ വെയിലാണ് അവിടെ. ചേട്ടാ, ചൂടെങ്ങനെയുണ്ട്? 40 ഡിഗ്രി കഴിഞ്ഞു ചൂട്. ഏറ്റവും കൂടുതൽ ചൂട് തന്നെ ഇവിടെ അനുഭവപ്പെടുന്നത്. നമ്മൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ചൂടിൽ അനുഭവിച്ച് നടക്കന്നെ, വേറെ എന്ത് ചെയ്യാൻ പറ്റും? വെറുതെ വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. ഓട്ടമൊക്കെ കുറവാണോ ഇപ്പോൾ സമയത്ത്? ഓട്ടം കുഴപ്പമില്ല, അതിനെ പോകണം. ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ചൂട് സമയത്ത് നിങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നതല്ലേ? അതെ, നമുക്ക് തണലൊന്നുമില്ല. വരുമ്പോൾ മാറിക്കും, അങ്ങോട്ട് മാറി നിൽക്കും. അത് കഴിഞ്ഞ് വണ്ടി ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ആൾക്കാരെ കയറ്റിയിട്ട് പോകും. അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇവര് പറയുന്നത് ഇവര് വെയില് ഒന്ന്
കണക്കുമ്പോൾ ഇപ്പുറത്ത് മാറി ഒരു സ്ഥലത്ത് നിൽക്കും. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തണലുണ്ട്. ഈ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഓരോ ദിവസവും തള്ളി നീക്കാനായിട്ട്. മറ്റ് ജോലിക്കൊക്കെ പോകണം. ഇപ്പോൾ ഈ ലോഡിംഗ് തൊഴിലാളിയായിട്ടുള്ളൊരു ചേട്ടൻ കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ചൂട് വലിയ ബുദ്ധിമുട്ടല്ല? പണിക്ക് എന്തായാലും വെയിലത്തിറങ്ങി തന്നെ ജോലി ചെയ്യണം, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക? എത്ര മണി വരെയൊക്കെ ജോലി ചെയ്യും? എങ്ങനെയാണ്? ഞങ്ങൾ എന്തായാലും നമുക്ക് ഉച്ച സമയത്തൊക്കെയാണ് വരുന്നത്. ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും, ചിലപ്പോൾ 3 മണിക്ക് ശേഷമേ ഇറക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ അത്രയും ചൂടാണ്. എന്നിട്ടും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഉച്ചയ്ക്ക് വന്നാലും വൈകുന്നേരം ഇറക്കുള്ളൂ? വൈകുന്നേരം അങ്ങനെയില്ല, 3 മണിക്ക് ശേഷം ഇത്തിരി കുറയുമ്പോൾ ചൂട് കുറയുമ്പോൾ ഇറക്കും. വേർത്ത് കുളിച്ചൊരു പരിവാവില്ലേ? ഒരു പരിവാവും. നല്ല ക്ഷീണമാണ്. നല്ല ഒരു റെസ്റ്റ് എടുക്കുമോ? എങ്ങനെയാ? ഉണ്ട്. അവിടെ ഷെഡുണ്ട്. ഷെഡിൽ വെള്ളമൊക്കെ തെളിച്ചിട്ടായിരിക്കുകയാണ് ചൂട് കാരണം. ഇടയ്ക്ക് ജ്യൂസൊക്കെ കുടിച്ചാലേ അങ്ങനെ ജ്യൂസ് ഇല്ലെങ്കിൽ നാരങ്ങ സോഡയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. ഇപ്പോൾ ഒരു വേനൽക്കാലം ഇപ്പോൾ ഒരു താൽക്കാലിക കടയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ കൂടുതലായിട്ട് അല്ലെ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അല്ലെങ്കിൽ ഇത്തിരി പഴങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയാ മോനെ ഈ വേനലായപ്പോൾ ആൾക്കാർ കൂടുതൽ വാങ്ങുന്നുണ്ടോ? കുഴപ്പമില്ല, വാങ്ങുന്നത് കുഴപ്പമില്ല. ഇത് വേനൽക്കാലത്തല്ലേ ഇത് കട തുറക്കുള്ളൂ? അങ്ങനെയല്ലേ? എന്താണ് ഉള്ളത്? ഇതിപ്പോ കട്ട് ഫ്രൂട്ട്സ് ആണ്. 8 ഫ്രൂട്ട്സ് ഉണ്ടാവും. പിന്നെ ഇത് ചെറിയ ഡയറ്റിന്റെ പ്ലാൻ ആയിട്ട് ഇതാക്കിയതാണ്. ഈ വെയിലത്ത് വിഷമിക്കുന്നവർക്കൊരു ആശ്വാസത്തിന്. കൂടുതൽ ആരൊക്കെ വരിക? ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെയാണോ വരിക? ഓഫീസിൽ വിട്ട് പോകുന്ന ആൾക്കാരും ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരൊക്കെ വാങ്ങാം. അങ്ങനെ ഈ ചൂടിൻ്റെ ആശ്വാസത്തിനായിട്ട് കുറച്ച് ഫ്രൂട്ട്സും കട്ട് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്. ഏതായാലും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് പാലക്കാട്. ഈ ചൂടുള്ള ഓരോ ദിവസവും തള്ളി നീക്കുക എന്ന് പറയുന്നത് നല്ല പ്രയാസമാണ്. പകൽ മാത്രമല്ല, രാത്രിയും ഒരു ചൂടുള്ള കാറ്റാണ്. അതിനെയും അതിജീവിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. തീർച്ചയായും കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇങ്ങനെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രകൃതി എന്തുകൊണ്ടാണ് ഇത്രയധികം മാറിയത് എന്ന് പഠിക്കേണ്ടതുണ്ട്. അസഹനീയമായ ഉഷ്ണം എന്തുകൊണ്ടാണെന്ന് പഠിക്കേണ്ടതുണ്ട്. ഇടയ്ക്ക് ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ മഴ ലഭിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ തിരുവനന്തപുരത്ത് വൈകുന്നേരം മഴ പെയ്തിരുന്നു. പക്ഷേ അത് കുറച്ച് നേരത്തേക്ക് മാത്രമാണ്. അതുകൊണ്ടൊരു ആശ്വാസം, ഈ ചൂടിനൊരു ആശ്വാസം എന്ന് പറയാനില്ല. രാത്രി പോലും ഇന്നലെയൊക്കെ വലിയ ചൂടുള്ള കാറ്റാണ് ജില്ലയിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം മാറ്റം നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയിൽ വന്നത് എന്നൊരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നമുക്കറിയാം, ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് വളരെയധികം ശ്രദ്ധ വേണം. അതായത് കൂടുതൽ നമുക്കറിയാം ഡീഹൈഡ്രേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി വെള്ളം കുടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കഴിവതും ചെറിയ കുട്ടികളെ ഈ ഉച്ച സമയത്തൊക്കെ പ്രത്യേകിച്ച് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് പുറത്തേക്ക് ഇറക്കാത്തതാണ് നല്ലത്. നമുക്കറിയാം അവധിക്കാലമാണ്, സ്കൂൾ വെക്കേഷനാണ്. പക്ഷേ എന്നാലും അവരെ സംബന്ധിച്ച് ഇത്രയും കാഠിന്യമേറിയ ചൂട് അത് താങ്ങാൻ കഴിയുമോ ആ കുഞ്ഞു ശരീരങ്ങൾക്കെന്ന സംശയമാണ്. അതോടൊപ്പം തന്നെ തൊഴിലൊക്കെ ചെയ്യുന്ന മനുഷ്യരുണ്ട്. അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഭരണകൂടവും അതത് പ്രാദേശിക ഭരണകൂടവും ഒക്കെ നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് മുന്നോട്ട് പോകണം. പരമാവധി കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കറിയാം ചെരുപ്പിടാതെ ഒരു തരത്തിലും പുറത്തേക്ക് ഇറങ്ങുന്നത് കാല് പൊള്ളിപ്പോകും. ആ രീതിയിൽ ചുട്ടുപൊള്ളും. അപ്പം അതും ശ്രദ്ധിക്കുക.